പൊന്നനിയന്മാര്, നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നത്? നിങ്ങൾക്കറിയാമോ, ഞാൻ അറിയപ്പെടുന്ന ഒരു സയന്റിസ്റ്റ് ആണ്. എനിക്കെന്തെങ്കിലും പറ്റിയ നമ്മളെ നാടിനാണ് അതിന്റെ കുറവ്. തന്റെ ഒരു പ്രതിമ തുടങ്ങിട്ടെ ഭൂമാലായിട്ട് നിങ്ങൾക്ക്. നിങ്ങൾ എന്തിനാണ് എന്നെ കെട്ടിയിട്ടിരിക്കുന്നതെങ്കിലും പറ. നമ്മളെ പൊടി വിടുറോ? പൊടിയാ? യാത് പൊടി? അരിപ്പൊടിയാ മരപ്പൊടിയാ? തമാശ പറയാനുള്ള പറട്ടെ. നമ്മുടെ സ്റ്റഫ് വിടുറോ? സ്റ്റാഫാ? യാത് സ്റ്റാഫ്? എനിക്ക് ഓഫീസും ഇല്ല സ്റ്റാഫും ഇല്ല. ഇയാള് ശരിയാവത്തില്ല. എന്നിട്ട് നല്ല ഇടി കൊടുത്തിട്ട് പറഞ്ഞാലേ ശരിയാവത്തുള്ളൂ. എന്നെ ഇടിക്കരുത്, എന്നെ ഇടിക്കരുത്. ഞാൻ ഒരു പട്ടാളക്കാരനാണ്, എന്നെ ഇടിക്കരുത്. അപ്പൊ നല്ല അറിവും കാണുമല്ലോ. പിന്നെ ഇടിച്ച് ഞാൻ പഠിക്കും. എന്റെ ദേഹത്തോടരുത്. ഞാൻ ഒരു കാര്യം പറയാം, എന്റെ ദേഹത്തോട്ടാണല്ല. നമുക്ക് എന്റെ കാലല്ലേ ഡ്രില്ലിംഗ് മെഷീൻ വെച്ചിട്ട് ഓട്ടയിടാം. അയ്യോ, നിനക്കൊക്കെ എന്താ ഭ്രാന്ത് വേണം? വട്ടന്മാരാടാ നീയൊക്കെ. കാലില് ഡ്രില്ലിംഗ് മെഷീൻ വെച്ച് ഓട്ടയിടാൻ എന്നെ അടിച്ചു വിടാൻ. പണ്ടേ മമ്മൂട്ടിയുടെ ഒരു പടത്തിലെ കണ്ട പോലെ ഞാൻ ആഗ്രഹിച്ചത് ഇവിടുത്തെ കാല തുളയിടണം. ഞാൻ ഒരു കാര്യം പറയാം. ഞാനും ഇന്ത്യക്കാരൻ, നിങ്ങളും ഇന്ത്യക്കാരൻ. നമ്മൾ തമ്മിൽ എന്തിനാണ് ഇങ്ങനെ ക്രൂരമായിട്ടൊക്കെ പെരുമാറുന്നത്? നമുക്ക് നമ്മുടെ പൊടി വേണം, എന്നിട്ട് നമ്മൾ പൊടിയാക്കും. എന്റെ പൊടി കിടിയൊന്നും ഇല്ല, ഞാൻ ഒരു പാവമാണ്. തീർത്താലും അയ്യോ 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 അയ്യോ. നീ ഇവിടെ കിടന്നിട്ടേ കാറി കൂയിട്ടൊന്നും കാര്യമില്ല. നിന്റെ പിള്ളേരെ അടുത്ത് പൊടി കൊണ്ടിറങ്ങ. അയ്യോ എന്തായി വരിക? എന്തായി? ഒന്നും പറയണ്ട. പോപ്സിനെ തട്ടിക്കൊണ്ടായ ആൾക്കാരുടെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. ആ ജോയിൻ ടീമോ ആണോ? പക്ഷെ ഇങ്ങോട്ട് കൊണ്ടുപോയെന്നൊരു ഐഡിയ കിട്ടണില്ല. അതിപ്പോ ജോയിന്റ് അടുത്ത് വിളിച്ചു ചോദിച്ചാ പോരെ? മണ്ടത്തരം പറയലല്ലോ അച്ചു. തട്ടിക്കൊണ്ടായ ആൾക്കാരുടെ അടുത്ത് തന്നെയാണ് വിളിച്ച് ചോദിക്കുന്നത് എവിടേക്കാ കൊണ്ടുപോയെന്ന്. ഇതിനൊരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അയ്യോ, നമ്മളെ നാട്ടുമ്പുറത്തുനിന്ന് വന്ന പിള്ളേരാണ്. നമുക്ക് ഈ മറ്റേ അധോലോകത്തിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും അറിയത്തില്ല. ഇതൊക്കെ കോമൺ സെൻസ് അല്ലേ കുട്ടി? എന്റെ കോമൺ സെൻസ് ആണ് ഇപ്പൊ പപ്പൻ ഈ ഒരു അവസ്ഥയിലായത്. തോന്നിയാസം പറയരുത്. നീയൊക്കെ കാരണം ഞാനിപ്പോ ഇതിൽ പെട്ടുപോയത്. ആഹാ, അതെ, ജോലി നോക്കി തരാൻ നേരത്തെ നോക്കിങ്ങോട്ട് മാന്യമായിട്ടുള്ള ജോലി നോക്കി തന്നെ, അല്ലാണ്ട് കണ്ണിക്കട കൊഞ്ചാവും പ്രശ്നങ്ങളും. മനുഷ്യനായാലേ കുറച്ച് നന്ദി വേണം, നന്ദി. നീയൊക്കെ വന്ന് കരഞ്ഞ് കാല് പിടിച്ച് അയ്യോ എനിക്ക് കാശില്ല, എന്റെ കയ്യിൽ അതില്ല ഇതില്ല, വാടക കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് മുന്നിൽ വന്ന് കെഞ്ചിട്ടല്ലേ ഞാൻ ഇത് ഒപ്പിച്ചു തന്നത്. എനിക്കറിയാവുന്ന ജോബല്ലേ എന്നെ ഒപ്പിച്ചു തന്നെ. എന്നിട്ട് അത് മര്യാദയ്ക്ക് ചെയ്യാനും പറ്റില്ല. അതിന്റെ പിന്നാലെ കുറെ ആൾക്കാരും കൊണ്ടുവന്ന് ഇപ്പൊ അതിന്റെ മുകളിലും പ്രശ്നങ്ങളായി. എന്നിട്ടിപ്പോ എനിക്കായി കുറ്റം. ഇനി നിനക്കൊന്നും പാപ്പുവിന്റെ ഭാഗത്തുനിന്ന് ഒരു സഹായം ചെയ്തരില്ല. എക്കോലും കുറിച്ചിട്ട് ടാപ്പുവിന്റെ ഒന്നും ഞങ്ങൾക്ക് വേണ്ട കേട്ടല്ലോ. അനുഭവിക്കുന്നുണ്ട്. അനുഭവിച്ചോ, നന്നായി. കയ്യിലിരിപ്പിന്റെയാ. പാവം പപ്പൻ നമ്മൾ ചെന്ന് രക്ഷിക്കുന്നുള്ള പ്രതീക്ഷയിൽ ഇരിക്കുമായിരിക്കും. എന്റെ മാളും ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഞാൻ ഇപ്പൊ അവിടെ എത്തിയാനായിരുന്നു. ഒത്തുപിടിച്ച മലയും പോരുന്നാണ് പഴമക്കാര് പറയാറ്. കൂടെ നിക്കാൻ അതിന് ആൾക്കാരൊന്നും ഇല്ലല്ലോ. കണ്ണ് തുറന്ന് നോക്കിയ ആൾക്കാരെ കാണുകയൊക്കെ ചെയ്യാം. നിക്കാണെങ്കി എന്റെ ഒരു ഐഡിയ ഒക്കെ ഉണ്ട്. എന്താ നിക്കൊക്കെ ചെയ്യാം. പ്രോമിസ്? എന്തിനു പ്രോമിസാ? ചിരിക്കാൻ കൂടി താങ്ങുണ്ട്. പ്രോമിസ്. അങ്ങനാണെങ്കിലേ കുറച്ച് പൊടി ഒപ്പിക്കുകയാണെങ്കിലേ അമ്മമാരെ നമുക്കൊന്ന് പിടിക്കാം. പൊടിയാ? എന്ത് പൊടി? മറ്റേത് മറ്റേ വലിക്കണ പൊടി. എനിക്ക് ഈ സാധനം എങ്ങനെ ഇരിക്കണമെന്നൊന്നും അറിയത്തില്ല. അത് ഇങ്ങനെ ഇരിക്കോ? എടി പൊട്ടിക്കാടി, സാധനൊക്കെ ഞാൻ ഒപ്പിച്ചോളാം. നീ ഒന്ന് കൂടെ നിന്നാ മതി. അതിന്റെ ആളെ ഞാൻ വിളിച്ചിട്ട് ചോദിച്ചാ മതി.
അവൾമാര് വരും തോന്നില്ല. നമുക്കേ പിന്നെ തീർത്താലോ? ആ നല്ലത്. എന്റെ കിഡ്നിയും കരലും കുടലും മണ്ടയും ഒക്കെ എടുത്തങ്ങ് വിൽക്കാം. പൈസയിൽ മുതലാവട്ടെ. അനിയന്മാരെ ആവശ്യമില്ലാത്തൊന്നും ചിന്തിക്കരുത്. അന്യന്റെ പുകയിൽ നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. ഉണ്ടരുത്. സവാനെ നീ പോയി കഴിക്കാനെന്ന് വെച്ചോ. കൂടെ ഒരു കവറും. കവറെന്തിന്? കവറെന്തിനെന്നോ? ഇവനെ പെട്ടി നുറുക്കി പീസ് ആക്കിട്ടെ കവർ കെട്ടി കടലിൽ കളയാ. അയ്യോ എന്നെയോ വയ്യ ദുഷ്ടന്മാരെ വെട്ടി തുറക്കി കളലേ കളയുന്നേ. രക്ഷിക്കാനുമില്ലേ എന്റെ പാറുവിന് ആരും ഇല്ലാതായേ. അയ്യോ പത്മപ്രിയ, പത്മപ്രിയ, നീ വന്നാ? ഇതാ വരുന്നേ, പോരാ. ലച്ചു, അവള് വന്ന സ്ഥിതിക്ക് ഇനി നമ്മുടെ കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് നടക്കും. ആളാരാ? എടാ എന്റെ ഫ്രണ്ടിന്റെ അനിയത്തിയാ. ഭയങ്കര പഠിപ്പിച്ചാ. ആ പക്ഷെ ഒരു പരീക്ഷ പോലും ജയിക്കില്ല. ഇങ്ങനത്തെ ആളാണോ പഠിക്കാൻ പഠിക്കുന്ന പറയണത്? ആ അതെന്താ സംഭവം എന്നറിയോ? അവള് പറയണത് ഈ പരീക്ഷയും സർട്ടിഫിക്കറ്റ് ഒക്കെ കംപ്ലീറ്റ് തട്ടിപ്പാന്നാ. അതുകൊണ്ട് അവള് പരീക്ഷയ്ക്ക് പഠിക്കൂല, ജയിക്കൂല. ഭയങ്കര ബുദ്ധിയാ. ബുദ്ധി തന്നെ. ഞാൻ ഉണ്ടായിരുന്നല്ലോ. എവിടെ ആളവിടെ? എവിടെ ആളവിടെ? ഇവിടെ ഉണ്ടായിരുന്നതാ. പാപ്പന് ചുമ്മാ തോന്നിയതായിരിക്കും. അല്ലാതെ ഞാൻ കണ്ടിട്ടല്ലേ നിന്നെ വിളിക്കാൻ വന്നേ. ആണോ? എന്നിട്ട് എവിടെ മാഞ്ഞു പോയോ? അതല്ല, അവളിവിടെ കണ്ടിട്ടല്ലേ നിന്നെ ഞാൻ വിളിക്കാൻ വന്നത്. എന്നിട്ട് ആളെവിടെ? പറഞ്ഞ പോലെ. മാലിനി, മാലിനി, ഞാൻ ദേ ഇവിടെ ഉണ്ട്. നീ അടുക്കളയിൽ ഉണ്ടായിരുന്ന? നല്ല വിശപ്പ്. അത് കണ്ടാലും പറയും. താങ്ക് യു. എന്നിട്ടിപ്പോ താങ്ക് യു പറഞ്ഞത്? അല്ല, എനിക്ക് നല്ല വിശപ്പുണ്ടെന്ന് മനസ്സിലാക്കിയില്ലേ, അതിനാ. ഇക്കാലത്തെ നമ്മളെ മനസ്സിലാക്കുന്നവരൊക്കെ ചുരുക്കാം. എടാ നിന്റെ പഠിപ്പൊക്കെ എങ്ങനെ പോണു? ഓ നല്ല ബോറിങ്ങാ. ആണല്ലേ? ചില സമയത്തുണ്ടല്ലോ ബുക്കിന് തീ ഇടാൻ പോകും. അതാണ് ഭയങ്കര കഷ്ടമാണ്. എന്താണ് അത് പപ്പന്റെ വല്ല ബന്ധുവാണോ? അല്ല, എന്താ അങ്ങനെ ചോദിച്ചു? സ്വഭാവം കണ്ടിട്ട് എന്തിനാണിത് എന്നോട് ചോദിക്കാണ്ട് വേണ്ട, നമ്മളോട് ചോദിക്കാണ്ട് ഇവള് ഞാൻ ഉണ്ടാക്കി ഉപ്പുമാവ് എന്തിനടുത്ത് വെച്ചത്? അതൊക്കെ പറ. മോശല്ലേ? എനിക്കൊരു മോശം തോന്നണില്ല. പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? കഴിച്ചോട്ടെ, അവൾക്ക് കുറച്ച് ബുദ്ധിയാണേ. ആ ബുദ്ധി മൊത്തം വയറിലായിരിക്കും ഇരിക്കുന്നത്. പാപ്പു, ഓ ഈ കുട്ടീനെ വല്ലാണ്ട് ഇൻസൾട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനോട് ഉള്ളിക്കാൻ ഞാൻ പോവാൻ പറ, ഞാൻ കഴിക്കട്ടെ. അതൊക്കെ ലച്ചു വെറുതെ പറയണതാ. അല്ല, എന്തൊരു കഷ്ടൊന്നും മിണ്ടാണ്ടിരിക്കില്ല ലച്ചു. നീ കഴിച്ചോട്ടാ. ഇനി വേണോ? 2 ദിവസം മുമ്പത്തെ ചിക്കൻ കറി ഉണ്ട്, എടുക്കട്ടെ? 2 ദിവസമായി. ചൂടാക്കി തരൂ. ആ ചൂടാക്കി തരാം. എന്താണ്? ഒന്നുമില്ല. ഇപ്പഴാ സമാധാനായില്ലേ? ഇനി പറ പാപ്പു, എന്തിനാ എന്നെ വിളിച്ചേ? ഓക്കെ ആയില്ലേ? വിശപ്പൊക്കെ മാറിയില്ലേ? അതെ, ഞങ്ങക്ക് നിന്റെ ഒരു ഹെൽപ്പ് വേണമായിരുന്നു. എന്ത് ഹെൽപ്പാ? അതായത് പിന്നെ ഞങ്ങക്ക് കുറച്ച് ഡമ്മി ബ്രൗൺ ഷുഗർ ഉണ്ടാക്കി തരണം. അതെന്തിനാ? എന്തിനാന്നൊക്കെ അറിയാതെ താൻ അങ്ങോട്ട് ഉണ്ടാക്കത്തുള്ളൂ. എന്തിനാന്നൊന്നും അറിയണ്ട. സാധനങ്ങൾ മേടിച്ചോ, ഉണ്ടാക്കി തരാം. അത് ഞാൻ ഏറ്റു. സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ചു തരാം. സെറ്റാണ്. അപ്പൊ സാധനം റെഡിയാക്കാം. നിങ്ങളൊരു അടുത്ത മാസം 10-ാം തീയതി വാ. അതെ പാപ്പു, ഈ പെങ്കോച്ചിനോട് പറഞ്ഞേക്ക് ഇത് അടുത്ത മാസം 10-ാം തീയതിത്തേക്കല്ല നമുക്ക് ഇന്നത്തേക്ക് ആവശ്യം എന്നുള്ളത്. ഇതിനെ കൊണ്ടൊന്നും നടപടിയാവില്ല. പറഞ്ഞു വിടാൻ നോക്കി ഉപ്പുമാവ് ഞാൻ വിളിച്ചു വരുത്തി ഇൻസൾട്ട് ചെയ്യരുത് കേട്ടോ. സാധനം കൊണ്ടുപോവാ, ഞാൻ ഉണ്ടാക്കി തരാം. അത് ഞാൻ ഏറ്റു. പൊന്നു ലച്ചു മോളെ, ഒന്നും മിണ്ടാട്ടിരിക്കി. നമ്മുടെ ആവശ്യത്തിന് വന്നല്ലേ. ഇല്ല, ഒന്നും മിണ്ടാണ്ടിരിക്കി. അപ്പൊ ഓക്കെ അല്ലേ? സെറ്റ്. അപ്പൊ സെറ്റ് ആക്കി.
നീ ഇതിട്ടോ. എന്നിട്ട് ആ പൊട്ടും ഇതൊക്കെ മാറ്റണം കേട്ടാ. ഒരു മീശൊക്കെ വരയ്ക്കാം. ഞാൻ ഒരു താടിക്ക് അല്ല ഇതിന്റെ അടിയിൽ എന്താടും? അടിയിൽ എന്റെ പാന്റ് സൈസ് കറക്റ്റ് ആവില്ല അല്ലേ. മുണ്ട് മതിയാ? ആ മുണ്ട് ഉടുപ്പിച്ച ഒരു പോ ഞാൻ ഉടുപ്പിച്ച് തരാന്ന്. എന്നാലും മതി, ഇത് കറക്റ്റ് ആയിരിക്കും. റെഡി ആവണോ കേട്ടാ? സെറ്റല്ലേ? നടക്കി തരില്ലേ? അതൊക്കെ ചെയ്തുതരാം. അതൊക്കെയാണ് ഇപ്പത്തെ വലിയ കാര്യം. പുള്ളിനെ പോയി രക്ഷിക്കാന്നുള്ളാണ്ട്. എന്ത് ചെയ്യും? എന്ത് മീശ വരയ്ക്കോ? ആ താടി താടി ഞാൻ വരയ്ക്കാം അല്ലേ? എനിക്ക് താടി വേണ്ട. ശരി. അല്ല ഇതൊക്കെ ചെയ്തിട്ട് പോയാലും അവർക്ക് നമ്മൾ മനസ്സിലായല്ല. മനസ്സിലായാലും കുഴപ്പമൊന്നുമില്ല. മനസ്സിലായ കുഴപ്പമുണ്ട്. അതല്ല, നമ്മള് സ്ഥലം അറിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോ എന്തായാലും പോപ്സിനെ പോയി രക്ഷിച്ചല്ലേ പറ്റുള്ളൂ. ഓപ്ഷൻ രക്ഷിക്കണം. ആ അപ്പൊ നമ്മൾ ഇനി അത് നോക്കിട്ട് കാര്യമില്ല. കച്ചറാണേ കച്ചറ, ഇടിയാണെങ്കിൽ ഇടി. ഓക്കെ അല്ലേ? ഞാൻ സിനിമ കണ്ടിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടം. ആ സിനിമയല്ല ജീവിതം, മനസ്സിലായ? നിങ്ങളെ ധൈര്യത്തില ഞാൻ ഒറ്റയ്ക്കും ഹാൻഡിൽ ഇതൊക്കെ ഉണ്ട്. നീയുള്ള ധൈര്യത്തിലാണ് ഞാനും വന്നത്. ആണ്. അപ്പൊ നമ്മള് സെറ്റ് പൊളിക്കും. ഇതിന്റെ വിജയം കണ്ടിട്ടേ നമ്മൾ അടങ്ങുള്ളൂ, മനസ്സിലായ? സാധനം റെഡി. മൈ ഗുഡ്നസ്. ഇങ്ങനെ തന്നെയാണ് ഇരിക്കണേ. ആ ഇത് ഒറിജിനലേക്കാളും സൂപ്പർ ആവുന്നുണ്ട്. അതാണ് ഈ മാലിനിയുടെ ക്രാഫ്റ്റ്. കൊള്ളാട്ടാ. കുറച്ച് എരിവശം, കുറച്ച് സോപ്പ് പൊടി, കുറച്ച് ഗ്ലൂക്കോസ്, മൂന്നും ചേർത്ത് ഒരു ഇടിവെട്ട ഐറ്റം പോരെ. പൊളിക്കും, ഇത് പൊളിക്കും. നോക്കട്ടെ. അത് വേണ്ട, വേണ്ട. വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണം കേട്ടോ. അറിയാതെ പോലും ദേ ഇങ്ങനെ പോലും ഇത്തിരി പോലും എടുത്ത് ഇങ്ങനെ പോലും ഇടരുത് കേട്ടോ. കഴിക്കും. ഇതെന്ത് സാധനമാണ് കഴിക്കരുതെന്നോണ്ട് എടുത്ത് കഴിച്ചേക്കണ മണ്ടി. ഇനിയിപ്പോ എന്താ ഇതിനെ ചെയ്യാ പറ? വെള്ളം എടുത്ത് അങ്ങനെ ഒഴുക്കി. കഷ്ടപ്പാട് സമയമില്ലാത്ത സമയത്ത് ഒഴിച്ചോ. മാലി എനിക്കങ്ങട് ഞാൻ ഓക്കെ. എനിക്ക് ചെറിയ ആൻസൈറ്റിയുടെ പ്രോബ്ലം ഉണ്ട്, അതാ. കഷ്ടം. നന്നായിട്ടുണ്ട്. नमस्कार मेरे दोस्तों, क्या हाल है? सब कुछ ठीक है ना? നമ്മള് മാത്തനാൻ മേത്ത ബ്രദേഴ്സ് ഫ്രം മുംബൈ. നമുക്ക് ഇങ്ങോട്ടേക്കൊന്നും തരണ്ട, നമ്മൾ അങ്ങോട്ട് കുറച്ച് ഡ്രഗ്സ് തന്നിട്ട് പോവാണ്. നമ്മള് എവറി പാവപ്പെട്ട നിങ്ങളെ പോലെയുള്ള ലോക്കൽ ഡ്രഗ് ഡീലേഴ്സ് ഉണ്ടല്ലോ, അവർക്ക് എവറി മന്ത് ഫ്രീ ആയി ഡ്രഗ് കൊടുക്കാൻ പ്ലാൻ ചെയ്യണം. പുട്ടവിച്ച് തിന്നാൻ കിട്ടുന്ന പ്രോഫിറ്റിന്ന് പകുതി ഞങ്ങൾക്ക് കേട്ടല്ലോ. പകുതി അല്ല ലച്ചു, മുതല് വേണ്ടേ? ഒരു തെറ്റുപറ്റി പോയതല്ലോ, എനിക്ക് ഇത്രയും പറയേണ്ട ആവശ്യമില്ല. ഇവരോട് എന്തായാലും കൊള്ളത്തോടല്ലോ പറഞ്ഞു. ഡയലോഗ് തെറ്റിച്ച അവർ പിടിക്കും. ഇത്രയും ഞാൻ സഹിച്ചു നിന്ന് ചുമ്മാ ഭരിക്കാൻ നിൽക്കരുതട്ടാ. നിങ്ങൾ എന്തിനോട് വന്നത്? പപ്പനെ രക്ഷിക്കാൻ. പിന്നെ അത് ചെയ്യ്, അല്ലാതെ ഇവിടെ കിടന്ന് വഴക്കൂടിയാ. വെറുതെ വിടരുത്. എന്റെ കാലില് ഗ്രില്ലി വന്നു. പപ്പ പേടിച്ചു പോയല്ലേ? അങ്ങനെ പേടിച്ചൊന്നുമില്ല. ഓ അത് ചുമ്മാ. ഞങ്ങൾ വന്ന് രക്ഷിക്കുന്ന പോപ്സ് വിചാരിച്ചിട്ടുണ്ടായിരുന്ന? അത് ഒരിക്കലും ഇല്ല. പക്ഷെ നിങ്ങൾ വന്നല്ല, അതിലെനിക്ക് സന്തോഷമായി. ഇതിൽ നിന്ന് ഒരു കാര്യം എനിക്ക് മനസ്സിലായി, എനിക്ക് ആരുമില്ലെങ്കിലും നിങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. കൂടുതൽ സെന്റ് വേണ്ടേ? അതിൻ്റെ പോപ്സ്
ഞാൻ എന്റെ ഒരു ഫ്രണ്ടിനെ കൊണ്ട് ആ പൗഡർ ഉണ്ടാക്കിച്ചിട്ട് തന്നത്. ഭാഗ്യത്തിന് അവന്മാര് ചോദിച്ചില്ല അല്ലേ? ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഉണ്ടല്ലോ പെട്ടുപോയേനെ. അപ്പക്കെല്ലാം അറിയണോ? നമ്മൾ തമ്മിൽ ഇതിനു മുമ്പ് പരിചയമുണ്ടോ? ഇല്ല ഇല്ല, ഒരു പരിചയമില്ല. അല്ല സാറേ, സാറിപ്പോ ഈ പണിയാണോ ചെയ്യുന്നേ? ചെയ്തോണ്ടിരുന്ന പണിയൊക്കെ കൊളാക്കിയിട്ട് ചോദിക്കാൻ വന്നേക്കണം. ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ സംസാരിക്കാറില്ല. വേണ്ട. ഞാൻ പറഞ്ഞല്ലേ. ഞാൻ പ്രശ്നം. അപ്പൊ കാണാൻ കേട്ടാ. അയ്യോ വേണ്ടായേ, ഞാൻ ഈ വഴിക്ക് വരില്ല. അയ്യോ അങ്ങനെ പറയില്ല സാറേ. പോയേ. നടക്ക്.